Hello dears, so today we are going to look into the chapter Kuttipuram Bridge by Idashiri Govindan Nair. അപ്പോൾ നമ്മുടെ തേർഡ് മോഡ്യൂളിലെ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചാപ്റ്ററാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. സോ ടു ടോക്ക് അബൌട്ട് എടശ്ശേരി ഗോവിന്ദൻ നായർ, മോഡേണിസ്റ്റ് പോയറ്റ് ആൻഡ് എ പ്ലേ റൈറ്റ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിസം ഒക്കെ വിട്ടിട്ട് കുറച്ച് മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ മോഡേണിസം കേരള ലിറ്ററേച്ചർ അല്ലെങ്കിൽ മലയാള ലിറ്ററേച്ചറിൽ കൊണ്ടുവന്ന ഒരു റൈറ്റർ കൂടിയാണ് ഇടശ്ശേരി. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഗാന്ധിയുടെയും അല്ലെങ്കിൽ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫിലോസഫീസ് അല്ലെങ്കിൽ ഐഡിയൽസ് എല്ലാം ഇടശ്ശേരി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സോ ഹിസ് പോയട്രി ഓൾവേസ് സ്റ്റുഡ് ഫോർ ദി സഫറിങ് ഹ്യൂമാനിറ്റി. സഫർ ചെയ്യുന്ന ഹ്യൂമാനിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് തൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ തൻ്റെ ലിറ്റററി കഴിവുകളെല്ലാം ഉപയോഗിച്ചൊരു പോയറ്റ് കൂടിയാണ്. So, instrumental in pioneering realism in Malayalam poetry, which was predominantly romantic. അപ്പോൾ ചങ്ങമ്പുഴ പോലത്തെ റൈറ്റേഴ്സൊക്കെ റൊമാൻറ്റിസിസം ലിറ്ററേച്ചർ മലയാള ലിറ്ററേച്ചറിൽ കൊണ്ടുവന്ന ചങ്ങമ്പുഴ പിന്നെ ഇവരൊക്കെ മലയാള ലിറ്ററേച്ചറിൽ റൊമാൻറ്റിസിസം കൊണ്ടുവന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് റിയലിസം എന്നുള്ള ഒരു ജോണർ മലയാളം ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നതിൽ ഒരാൾ കൂടിയാണ് ആര്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ, ഇനി നമുക്ക് എടശ്ശേരിയുടെ കുറച്ച് വർക്ക്സ് നോക്കാം. ആന്തോളജീസ് ഓഫ് പോം, അതായത് കളക്ഷൻ ഓഫ് പോയംസ്, പുത്തൻ കലവും അരിവാളും, ലഘുഗാനങ്ങൾ, പിന്നെ കറുത്ത ചെട്ടിച്ചികൾ, ഇതൊക്കെയാണ് പോംസിൻ്റെ കളക്ഷൻസ് ആണ്. പ്ലേസ് എന്ന് പറയുന്നത് കൂട്ടുകൃഷി, കളിയും ചിരിയും. സോ ഇതൊക്കെയാണ് കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇടശ്ശേരിയുടെ വർക്ക്സ്. സോ ഇത്രയാണ് നമുക്ക് റൈറ്ററെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്ക് പോത്തെ കുറിച്ചിട്ട് കുറച്ച് നോക്കാം. സോ കുറ്റിപ്പുറം ബ്രിഡ്ജ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് അക്രോസ് നീള റിവർ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ കുറുകെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ആ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിലാണ് ഇടശ്ശേരി ഈ കവിത എഴുതുന്നത്. സോ പോയിറ്റ്സ് ആൻസൈറ്റി ആൻഡ് അൺസർട്ടിനിറ്റി അബൌട്ട് ദി പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് മെക്കനൈസേഷൻ. സോ മോഡേണൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് അല്ലെങ്കിൽ നമ്മുടെ നാട് മോഡേണൈസ് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മെക്കനൈസേഷൻ യന്ത്രങ്ങളിലോട്ട് അർബനൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒബ്വിയസ് ആയിട്ട് അതിലെന്തുണ്ടാവും, മോഡേണൈസേഷൻ അല്ലെങ്കിൽ മെക്കനൈസേഷൻ. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ഒബ്വിയസ് ആയിട്ട് എന്തിനെ എഫക്റ്റ് ചെയ്യും, നേച്ചറിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് എന്ത് ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് കൊണ്ടുവരേണ്ടത്. സോ ഈ ഒരു സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യാണ് ആര്, ഇടശ്ശേരി കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പോയത്തിലൂടെ. സോ ദ ബ്രിഡ്ജ് സിംബലൈസസ് ദ മോഡേണൈസേഷൻ ഹാപ്പനിങ് ഇൻ കേരള. അപ്പോൾ ആ ബ്രിഡ്ജ് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് കേരളത്തിലെ മോഡേണൈസേഷനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. സോ അക്ലെയിംഡ് ആസ് ദ ഫസ്റ്റ് എക്കോ ക്രിറ്റിക്കൽ വർക്ക്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ. എന്താ എക്കോ ക്രിറ്റിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എക്കോളജിയെ കുറിച്ച് അല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ലിറ്റററി വർക്കിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലിറ്റററി വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോ ലിറ്ററേച്ചർ അല്ലെങ്കിൽ എക്കോ ക്രിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത്. സോ ഈ പോയം ഒബ്വിയസ് ആയിട്ട് നിളയുടെ മുകളിലൂടെ അല്ലെങ്കിൽ നിളയുടെ കുറുകെ ആയിട്ട് ഒരു ബ്രിഡ്ജ് വരികയാണ്, ഒരു മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഒരു മെക്കനൈസേഷൻ അല്ലെങ്കിൽ അർബനൈസേഷൻ വരികയാണ്. സോ ഒബ്വിയസ് ആയിട്ട് അത് നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പോയത്തിൽ പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം അല്ലേ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ ഇതുപോലെ നേച്ചറിനെ കൺസേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജിലൂടെ വന്ന വർക്കുകളിലുള്ള ഒരു ആദ്യം വന്നിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് ഇത് കുറ്റിപ്പുറം ബ്രിഡ്ജ്. സോ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ A.J. തോമസ്. സോ മലയാളത്തിൽ എഴുതിയിട്ടില്ല ഈ പോയം, A.J. തോമസ് ആണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. കുറ്റിപ്പുറം ബ്രിഡ്ജ് ബൈ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. I have known about Kuttipuram ferry from my childhood. This poem was born out of mixed feelings I experienced when I crossed the bridge built recently over this river. സോ ഇതുപോലത്തെ ഒരു പ്രീസ്ക്രിപ്റ്റ് ഇടശ്ശേരി സാധാരണ തൻ്റെ റൈറ്റിങ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോം എഴുതാനുണ്ടായ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് അതിലോട്ട് നയിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീസ്ക്രിപ്റ്റ്. സോ ഐ ഹാവ് നോൺ അബൌട്ട് കുറ്റിപ്പുറം ഫെറി ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ എന്താണ് കുറ്റിപ്പുറം ഫെറി എന്ന് പറഞ്ഞാൽ
ഈ ചെങ്ങാട്ടം അല്ലെങ്കിൽ ബോട്ട് സർവീസ് ഒക്കെ അല്ലേ ഇത്. അപ്പോൾ ഈ കുറ്റിപ്പുറം ഫെറി ഈ ഒരു ഭാഗത്തെ കുറിച്ചിട്ട് എന്താണ് എനിക്ക് കുട്ടിക്കാലം മുതൽ എന്താണ് അറിയാമായിരുന്നു. ദിസ് പോം വാസ് ബോൺ ഔട്ട് ഓഫ് മിക്സ്ഡ് ഫീലിംഗ്സ് ഐ എക്സ്പീരിയൻസ് വെൻ ഐ ക്രോസ് ദ ബ്രിഡ്ജ് ബിൽറ്റ് റീസെൻ്റ്ലി ഓവർ ദിസ് റിവർ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്താണ് ഈ റിവറിൻ്റെ കുറുകെ എന്താണ് ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തതിൻ്റെ ശേഷം എന്താണ് ഞാൻ ആ ബ്രിഡ്ജിലൂടെ ജേണി അല്ലെങ്കിൽ യാത്ര ചെയ്തു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള പല മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് കാരണം അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ എന്താണ് പിന്നെ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഇടശ്ശേരി ഈ കവിത എഴുതാൻ കാരണമായി എന്നാണ് പറയുന്നത്. ഓക്കെ. Upon the bridge built recently at a cost of 23 lakhs, I stand proud, my eyes fixed on the dwindling Perar below. So, upon the bridge built recently at the cost of 23 lakhs. അപ്പോൾ റീസെൻ്റ് ആയിട്ട് പണിത 23 ലക്ഷം ചിലവാക്കി പണിത എന്താണ് ഈ ബ്രിഡ്ജിൽ എന്താണ് ഐ സ്റ്റാൻഡ് പ്രൗഡ്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്താണ് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 23 ലാക്ക് എന്ന് പറയുമ്പോൾ കുറേ മുന്നേ ആണെന്നുള്ളത് ഓർക്കണം. മൈ ഐസ് ഫിക്സ്ഡ് ഓൺ ദി ഡ്വിൻഡിലിംഗ് പേരാർ ബിലോ. ഡ്വിൻഡിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമിനിഷ് ആവുക അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചുരുങ്ങി വരുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്താണ് സ്റ്റാൻഡ് പ്രൗഡ്, വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ നെഞ്ച് വിരിച്ചിട്ട് എന്താണ് അഭിമാനത്തോടെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുകയാണ്. എന്താണ് താഴെ കാണാനുള്ളത്? ഡ്വിൻഡിലിംഗ് പേരാർ, എന്താണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പേരാർ. പേരാർ എന്ന് പറയുന്നത് എന്താണ് ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴയുടെ പല പേരുകളാണ് ഏതൊക്കെ? പേരാർ, നിള എന്നൊക്കെ പറയുന്നത്. അത് ഇപ്പോൾ ബേസിക്കലി ഭാരതപ്പുഴ എന്ന് പറഞ്ഞ ആ ഒരു റിവർ എന്താണ് ഓരോ റീജിയനിൽ എന്താണ് ഓരോ പേരിലാണ് അറിയുക. സോ ആ പല പേരുകളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ദിസ് ഇസ് ദ റിവർ on whose sandy shores I once played endless games of Poot and Kol, the river in whose cool waves. So this is the river on whose sandy shores as one played. അപ്പോൾ ഇതാണ് എന്താണ് ആ റിവർ, എന്താണ് ഇതിൻ്റെ ഷോഴ്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കരയിൽ എന്താണ് ഒരുപാട് എന്താണ് പൂത്താൻ കോൽ എന്ന് പറഞ്ഞിട്ടുള്ള കളി. അപ്പോൾ ഒരു പണ്ടത്തെ ഒരു കളിയാണ്. അപ്പോൾ ഈ കളി എന്താണ് പിന്നെ എന്താണ് ഈ റിവറിൻ്റെ ഷോറിലിരുന്ന് അല്ലെങ്കിൽ റിവർ ബാങ്കിൽ ഇരുന്നിട്ട് എന്താണ് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ദ റിവർ ഇൻ ഹിസ് കൂൾ വേവ്സ്. അപ്പോൾ എന്താണ് കൂൾ വേവ്സ് ഉണ്ടായിരുന്ന റിവറാണ്. അപ്പോൾ പണ്ട് എന്താണ് നല്ല തണുത്ത വെള്ളമുള്ള അല്ലെങ്കിൽ കൂളായിട്ടുള്ള വേവ്സ് ഉള്ളൊരു റിവറായിരുന്നു. ആ കൂൾ വേവ്സ് എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യണം. എന്തുകൊണ്ടാണ് കൂൾ വേവ്സ് എന്ന് എടുത്തു പറയുന്നത്? കാരണം ഇപ്പോൾ എന്താണ് പൊല്യൂഷൻ കാരണം അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കാരണം എന്താണ് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു കൂൾനെസ് എന്താണ് റിവറിന് നഷ്ടമായിട്ടുണ്ട്. സോ എന്താണ് അപ്പോൾ ആ റിവറിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള റിവറിനെ നോക്കുമ്പോൾ എന്താണ് ഭയങ്കര പ്രൗഡായിട്ടാണ് അവിടെ നിൽക്കുന്നത് നോക്കുന്നത്. അപ്പോൾ എന്താണ് കുട്ടിക്കാലത്തെ പല ചൈൽഡ്ഹുഡ് മെമ്മറീസും എന്താണ് പോയറ്റിന് ഓർമ്മ വരികയാണ്. ഐ ഡിപ്ഡ് ഫോർ ഡെയിലി പ്രേയേഴ്സ്. Now I stand proud and tall, level with the kingfisher, the sparrow and the crane that once flew over here. So I dipped for daily prayers. എൻ്റെ ഡെയിലി പ്രേയേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഐ ഡിപ്റ്റ് ചെയ്യാറ്. അതായത് എന്താണ് ഞാൻ ഇവിടെയാണ് വന്ന് മുങ്ങിയിരുന്നത് ഈ റിവറിലാണ്. നൗ ഐ സ്റ്റാൻഡ് പ്രൗഡ് ആൻഡ് ടോൾ. പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഈ റിവറിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ എന്താണ് പ്രൗഡ് ആൻഡ് ടോൾ ആയിട്ട് നിവർന്ന് നിൽക്കുകയാണ്. ലെവൽ വിത്ത് ദ കിങ്ഫിഷർ, സ്പാരോ ആൻഡ് ക്രെയിൻ. അപ്പോൾ ലെവൽ വിത്ത് ദ കിങ്ഫിഷർ, സ്പാരോ, ക്രെയിൻ ഇതൊക്കെ എന്താണ് പക്ഷികളാണ്. കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താണ് പൊന്മാൻ. പിന്നെ സ്പാരോ, ക്രെയിൻ എന്താണ് നമ്മൾ കൊക്ക് എന്നൊക്കെ പറയുന്നത്. സോ എന്താണ് അപ്പോൾ പണ്ട് അവിടെ കളിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ പ്രേയേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് മുങ്ങി കുളിച്ചിരുന്ന സമയത്തൊക്കെ എന്താണ് ഈ ക്രെയിൻസ്, കിങ്ഫിഷേഴ്സ്, സ്പാരോ ഇതൊക്കെ എന്താണ് താഴെ നിൽക്കുന്ന ആ റിവർ ബാങ്കിൽ നിൽക്കുന്ന പോയറ്റിൻ്റെ മുകളിലൂടെയാണ് പാറിയിരുന്നത്. പക്ഷെ ഇന്ന് എന്താണ് പോയറ്റ് ഇവരുടെ എല്ലാം എന്താണ് അതേ ലെവലിലാണെന്ന് പറയാം. കാരണം ബ്രിഡ്ജിൻ്റെ മുകളിലാവുമ്പോൾ ഒബ്വിയസ് ആയിട്ട് എന്താണ് നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഹൈറ്റിൽ നിൽക്കുമ്പോൾ പോയറ്റിന് എന്താ തോന്നുന്നത്? എനിക്കിപ്പോൾ എന്താണ് കിങ്ഫിഷറിൻ്റെയും സ്പാരോൻ്റെയും ക്രെയിനിൻ്റെയും ഒക്കെ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാണ്. My eyes were fixed on the Perar below. Here is a river bank that should be washed away. The
റിവർ വാസ് ഇൻ സ്പെയ്റ്റ്. ഫീവർ അല്ല, റിവർ ആണ്. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ മൈ ഐസ് വെ ഫിക്സ്ഡ് ഓൺ ദി പേരാർ ബിലോ. അപ്പോൾ ഇങ്ങനെ പല ചൈൽഡ്ഹുഡ് മെമ്മറീസ് കടന്നു വരുന്നുണ്ടെങ്കിലും എന്താണ്, മൈ ഐസ് ഇസ് ഫിക്സ്ഡ് ഓൺ ദി പേരാർ ബിലോ. താഴെയുള്ള പേരാറിലാണ്, ആ റിവറിലാണ് എന്ത് എൻ്റെ ഞാൻ ഫിക്സ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ നോട്ടം അവിടെ തറച്ചു നിൽക്കുകയാണ്. ഹിയർ ഇസ് ദ റിവർ ബാങ്ക് ദാറ്റ് വുഡ് ബി വാഷ്ഡ് അവേ ദ റിവർ വാസ് ഇൻ ഇഫ് ദ റിവർ വാസ് ഇൻ സ്പെയ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ദിസ് ഇസ് ദ റിവർ ബാങ്ക് എന്താണ്, that would be washed away if the river was in spate. അപ്പോൾ ഇൻ സ്പെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ചെയ്യണം. ഇപ്പോൾ വർഷകാലമൊക്കെ ആകുമ്പോഴെന്താണ്, റിവർ ബാങ്ക് നമുക്ക് ഇപ്പോൾ ഒരു വേനൽക്കാലത്ത് നമുക്ക് പോകുമ്പോൾ എന്താണ്, സൈഡിലെല്ലാം മണൽത്തിട്ടമൊക്കെ കാണാൻ പറ്റും, റിവർ ബാങ്ക് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ വർഷകാലം ആയാലും എന്താണ്, വെള്ളം കൂടുമ്പോൾ എന്താണ്, നമുക്ക് ആ റിവർ ബാങ്ക് കാണാതാവും. സോ ഇവിടെ എന്താണ്, ഹിയർ ദ റിവർ ബാങ്ക് ദാറ്റ് വുഡ് ബി വാഷ്ഡ് അവേ ദ റിവർ വാസ് ഇൻ സ്പെയ്റ്റ്. അപ്പോൾ ഇതുപോലെ എന്താണ്, ഓവർഫ്ലോ ഉള്ള സമയത്ത് വർഷകാലത്ത് എന്താണ്, നമുക്കിപ്പോൾ എന്താണ്, ആ റിവർ ബാങ്ക് എല്ലാം കാണാൻ കഴിയും. പക്ഷെ മഴ പെയ്താൽ എന്താണ്, അതൊന്നും കാണാൻ കഴിയില്ല. സോ എന്തുകൂടെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ്, പുഴയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാൻഡ് മൈനിങ്, മണലെടുക്കുന്നതും പിന്നെ അതുപോലെ എന്താണ്, ഒരുപാട് ഫാക്ടറീസ് നിന്ന് വരുന്ന എന്താണ് അൺട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ്, ഇതൊക്കെ കാരണം എന്താണ്, റിവർ ബാങ്ക് എന്താണ് ചെറുതായി, അല്ലെങ്കിൽ റിവർ ചെറുതാവുന്നുണ്ട്. സോ ഈ എന്താണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ലൈൻസിലൂടെ ഇടശ്ശേരി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വെൻ നോ ബോട്ട് വുഡ് വെഞ്ചർ ഔട്ട് ഓർ കൈറ്റ് ഡെയർ ഫ്ലൈ അക്രോസ് ഓ നില യു വിൽ സ്വെൽ അഗെയിൻ ആൻഡ് ഇൻറ്റൻഡെയിൻറ്റ് യുവർ ബാങ്ക്സ്. അപ്പോൾ എന്താണ് ഇൻ സ്പെയ്റ്റ്, അതായത് ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ ഫ്ലഡഡ് ആയിക്കൊണ്ട് റിവർ എന്താണ് ഒഴുകുന്ന സമയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ നോ ബോട്ട് വുഡ് വെഞ്ചർ ഔട്ട്, ഒരു ബോട്ടും എന്താണ് വെഞ്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ റിവർ ക്രോസ് ചെയ്യാൻ എന്താണ് ധൈര്യപ്പെടാറില്ല. ഓർ കൈറ്റ് ഡെയർ ഫ്ലൈ അക്രോസ്, ബോട്ട് മാത്രമല്ല എന്താണ്, ഒരു കൈറ്റ്, ഒരു പട്ടത്തിന് പോലും എന്താണ് ഇതിന് കുറുകെ എന്താണ് ഫ്ലൈ ചെയ്യാൻ എന്താണ് ധൈര്യപ്പെടില്ല. ഓ നിള യു വിൽ സ്വെൽ അഗെയിൻ ആൻഡ് ഇൻറ്റൻഡേറ്റ് യുവർ ബാങ്ക്. അപ്പോൾ ഓ നിള യു വിൽ സ്വെൽ അഗെയിൻ, നീ വീണ്ടും എന്താണ് സ്വെൽ ചെയ്യും, ഇതുപോലെ എന്താണ് വീർക്കും. അതായത് ഈ റിവർ ബാങ്ക് എല്ലാം കവർ ചെയ്തിട്ട് എന്താണ് ഫ്ലോ ചെയ്യാൻ തുടത്തും. ആൻഡ് ഇൻറ്റൻഡേറ്റ് യുവർ ബാങ്ക്സ്, അത് എന്താണ് നിന്റെ ഈ റിവർ ബാങ്ക്സ് ഒക്കെ എന്താണ് കവർ ചെയ്തുകൊണ്ട് നീ എന്താണ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. But I can't help laughing at the thought of you crawling under the bridge now, doing a tame natta, yet as I stand tall, my foot firm. But I can't help laughing. പക്ഷേ ഇപ്പോൾ എന്താണ്, എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് എന്താണ് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദ തോട്ട് ഓഫ് യു ക്രോളിങ് അണ്ടർ ദി ബ്രിഡ്ജ് നൗ. എന്ത് ആലോചിച്ചിട്ടാണ് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നിള അല്ലേ, എന്താണ് തൻ്റെ ബാങ്ക്സ് എല്ലാം ഓവർഫ്ലോ ചെയ്തിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിള ഇപ്പം എന്താണ് ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെ കൂടെ എന്താണ് ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, മുട്ടുകുത്തി ഇഴയുന്നതിനാണ് ക്രോൾ ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ താഴെ എന്താണ് മുട്ടുകുത്തി ഇഴയുന്ന ഒരാളെ പോലെയാണ്, അല്ലെങ്കിൽ ഒരാളെ പോലെയാണ് എന്തിനെ തോന്നുന്നത്, നിളയെ തോന്നുന്നത്. സോ അപ്പോൾ അത് റിഡിക്യൂൾ ചെയ്യാണ് പോയിട്ട്, എന്താണ് നിളയെ കളിയാക്കുകയാണ്. പക്ഷെ കളിയാക്കുന്നതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിളയെ അല്ലെങ്കിൽ നേച്ചറിനെ ആര് ഓവർകം ചെയ്യാണ്, മോഡേണൈസേഷൻ അല്ലെങ്കിൽ മെക്കനൈസേഷൻ ആണ് എന്ത് റിവറിനെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ റിവറിൻ്റെ നേച്ചറിൻ്റെ മുകളിൽ എന്താണ് സുപ്രീമസി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ക്രോളിങ്, നമ്മൾ മുട്ടയിഴയ അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കുക എന്നൊക്കെയുള്ളത് എന്താണ്, നമ്മൾ തോറ്റു കൊടുക്കുന്നതിന് പറയുന്നതാണ്. ഡൂയിങ് എ ടീം നാട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടം നൂഴിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കിൽ നിന്നാണ്. അതായത് നമ്മൾ ജയിച്ച് നിൽക്കുന്നവരുടെ കീഴിൽ എന്താണ് മുട്ടുകുത്തി എഴയുന്നതിനാണ് എന്ത്, യെറ്റ് ഹാസ് ഐ സ്റ്റാൻഡ് ടോൾ മൈ ഫൂട്ട് ഫേം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യെറ്റ് ഐ സ്റ്റാൻഡ് ടോൾ ആൻഡ് ഫൂട്ട് ഫേം, ഞാൻ എന്താണ് വളരെ ടോളായിട്ട്, അതായത് എന്താണ് വിത്ത് പ്രൈഡ്, ഞാൻ വളരെ ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നു. മൈ ഫൂട്ട് ഫേം, എൻ്റെ കാലുകൾ എന്താണ് ഇവിടെ ഉറച്ചിട്ടാണ് നിൽക്കുന്നത്.
This mammoth human achievement, there wells up in my mind a dull ache I cannot fathom, standing upon this bridge now. On this mammoth human achievement, mammoth എന്ന് എന്താണ്, നമ്മൾ ഐസ് ഏജിലൊക്കെ നമ്മൾ കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഓൾഡ് ഏൻഷ്യൻ വേർഷൻ ഓഫ് എലിഫൻറ്റ്, അതാണ് ഏത് മാമൂത്ത്. ഓൺ ദിസ് മാമൂത്ത് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. അപ്പോൾ മാമൂത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എന്താണ് ആ സൈസിന് എന്താണ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു മാമൂത്ത് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, ഒരു വലിയ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ എന്താണ് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണെന്ത് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദർ വെൽസ് അപ്പ് ഇൻ മൈ മൈൻഡ് എ ഡൽ എയ്ക്ക് ഐ കനോട്ട് ഫാക്തം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് സംതിങ് ഈസ് സംതിങ് ഈസ് വെല്ലിങ് അപ്പ് ഇൻ മൈ മൈൻഡ്. എൻ്റെ ഉള്ളിൽ എന്തോ എന്താണ് ഇങ്ങനെ തിങ്ങി വരികയാണ്. എ ഡൾ എയ്ക്ക് ഐ കനോട്ട് ഫാത്തം. എ ഡൾ എയ്ക്ക് ഒരു വേദന. ഐ കനോട്ട് ഫാത്തം. ഫാത്തം എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് വി കനോട്ട് മെഷർ. നമുക്ക് എന്താണ് അളക്കാൻ പറ്റാത്ത വേദനയോടുകൂടി എന്തോ എന്താണ് ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. സ്റ്റാൻഡിങ് അപ്പോൺ ദിസ് ബ്രിഡ്ജ് നൗ. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു വേദന എന്താണ് നമുക്ക് അളക്കാൻ പറ്റാത്ത മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. Truly, the threshold of a new world, I caress in my mind the rustic vista that fades away day by day of charming Gramalakshmi. So, truly the threshold of a new world. Now, truly the threshold of a new world. Threshold എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ അല്ലെങ്കിൽ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ന്യൂ വേൾഡിൻ്റെ എന്താണ് ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ. നമുക്ക് എന്താണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും കൊണ്ടുവരാനുള്ള എന്താണ് ഒരു 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 എന്താണ് ഒരു സംഭവമാണ് എന്ത് ബ്രിഡ്ജ്. ബട്ട് ഐ കെയർസ് ഇൻ മൈ മൈൻഡ് ദ റെസ്റ്റിക് വിസ്റ്റ. ഐ കെയർസ് എന്ന് പറഞ്ഞാൽ ഐ കെയർ എന്തിനെയാണ് എൻ്റെ മൈൻഡിൽ ഞാൻ എന്തിനെയാണ് കെയർ ചെയ്യുന്നത്. റെസ്റ്റിക് വിസ്റ്റ. റെസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വില്ലേജ് എന്നുള്ളൊരു മീനിങ് വരാനാണ്, റൂറൽ എന്നുള്ളൊരു മീനിങ് വരുന്നത്. വിസ്റ്റ എന്താണ് വ്യൂ ഫ്രം ഡിസ്റ്റൻസ്. ഡിസ്റ്റൻറ്റിൽ നമുക്ക് കിട്ടുന്ന ആ വ്യൂവിനെയാണ് എന്താ പറയുക വിസ്റ്റ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്താണ് പോയിറ്റ് കെയർ ചെയ്യുന്നത് തൻ്റെ ഉള്ളിലെ ആ പഴയ എന്താണ് ആ വില്ലേജ് വ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഫെയ്ഡ്സ് അവേ ഡേ ബൈ ഡേ ഓഫ് ചാർമിങ് ഗ്രാമലക്ഷ്മി. അപ്പോൾ ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയും തോറും എന്താണ് ആ ഗ്രാമലക്ഷ്മിയുടെ ഭംഗി അല്ലെങ്കിൽ ഗ്രാമലക്ഷ്മി അതായത് ഒരു ഗ്രാമ ഗോഡ് എന്നുള്ള രീതിക്ക് ആ ഗ്രാമലക്ഷ്മിയുടെ ഭംഗി എന്താണ് കുറഞ്ഞു വരികയാണ്. മൈ പ്ലേമേറ്റ് from the day of my birth, now residing far away and ready to bid the final adieu, the wide expanse of paddy fields. So no, my playmate from the day of my birth. റിവറിനെ എന്താണ് ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് എന്ത് കാണുന്നത്. പോയിട്ട് ജനിച്ച അന്ന് തൊട്ടുള്ള ഒരു പ്ലേമേറ്റ് ആണ് ആര് റിവർ. നൗ റിസീഡിങ് ഫാർ അവേ. പക്ഷെ ഇപ്പോൾ എന്താണ് തന്നെ വിട്ട് എന്താണ് ദൂരെ പോവുകയാണ്. ആൻഡ് റെഡി ടു ബിഡ് ദി ഫൈനൽ അഡിയു. അപ്പോൾ അവസാനമായിട്ട് എന്താണ് ആ ഒരു എന്താണ് വേർപാട് അല്ലെങ്കിൽ അവസാന പിരിയലായിട്ട് അല്ലെങ്കിൽ അവസാനം എന്താണ് ബിഡ് യാത്ര പറച്ചിലായിട്ടാണ് നിൽക്കുന്നത്. ദ വൈഡ് എക്സ്പാൻസ് ഓഫ് പാഡി ഫീൽഡ്സ് were green and yellow playfully intermingled. അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് നമുക്ക് ഫൈനൽ അഡ്യൂ തരുന്നത് അല്ലെങ്കിൽ ഫൈനൽ ബായ് അല്ലെങ്കിൽ ഒരു ടാറ്റ നമുക്ക് തരുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വൈഡ് എക്സ്പാൻസ് ഓഫ് പാഡി ഫീൽഡ്സ് were green and yellow playfully intermingled. എന്താണ് വൈഡ് എക്സ്പാൻസ് ഓഫ് നെൽപ്പാടങ്ങൾ, വളരെ വിശാലമായിട്ട് എക്സ്പാൻഡ് ആയിട്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ എന്താണ് ബായ് പറയണം. അതെന്താണ് ഗ്രീൻ ആൻഡ് യെല്ലോ രണ്ട് കളറിലുള്ള ലീവ്സൊക്കെ എന്താണ് ഇന്റർമിംഗിളായിട്ട് കിടക്കുന്ന ആ പച്ച പാടം. ഗ്രൂവ്സ് വിത്ത് ഹൗസസ് ഫ്ലാങ്ക് ബൈ ഫ്രൂട്ട് ബെയറിങ് ട്രീസ്. ഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എന്താണ് ലൈക്ക് ട്രീ താഴെ എന്താണ് ഇപ്പോൾ ചില മരങ്ങളുടെ താഴെ ഒന്നും ഉണ്ടാവില്ല ചെടികളൊന്നും, അങ്ങനത്തെ മരങ്ങൾ. വിത്ത് ഹൗസസ് ഫ്ലാങ്ക് ബൈ ഫ്രൂട്ട് ബെയറിങ് ട്രീ. ഫ്ലാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും എന്താണ് പഴങ്ങൾ തരുന്ന മരങ്ങളുള്ള ലൈക്ക് അങ്ങനത്തെ ഒരു പ്രദേശം. സ്ലോപ്സ് കവേർഡ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് മിരിയഡ് ഹ്യൂസ്. അപ്പോൾ ഫ്ലവേഴ്സ് എന്താണ് സ്ലോപ്സ് ചെരുവുകളൊക്കെ എന്താണ് മിരിയഡ് ഹ്യൂസ് എന്ന് പറഞ്ഞാൽ കളർ, മിരിയഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്, പ്ലെൻറ്റി എന്നുള്ള ഒരു മീൻ. അപ്പോൾ സ്ലോപ്സൊക്കെ എന്താണ് പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഫെസ്റ്റിവൽസ് ഇൻ ദി
കാവുകളിൽ എന്താണ് ഉത്സവം. മാർക്ഡ് ബൈ എലഗന്റ് ലാംപ്സ്. അപ്പോൾ ഈ കാവുകളിൽ എന്താണ് ഉത്സവങ്ങളൊക്കെ എന്താണ് ഒരുപാട് എന്താണ് വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും. ദ പീപ്പിൾ ട്രീ വിത്ത് സ്റ്റോൺ എൻസർക്കിൾഡ് ബേസ്. പീപ്പിൾ ട്രീ എന്താണ് ആൽമരം അല്ലെങ്കിൽ അരയാലൊക്കെ എന്താണ് അതിന് ചുറ്റും എന്താണ് മതിൽ കെട്ടിയിട്ട് നമ്മളെന്താണ് അത് ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മൾ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് ഇമേജസ് ആണെന്ത് ഈ പറഞ്ഞതൊക്കെ. പക്ഷെ ഇതെല്ലാം ഇപ്പം ഇനി അടുത്തത് ദ സോങ്സ് ഓഫ് പ്ലോമാൻ ഡ്യൂറിങ് ദ ഡേ. എന്താണ് പകൽ സമയത്ത് എന്താണ് പ്ലോമാൻ എന്ന് വെച്ചാൽ നിലം ഉഴുതു മറിക്കുന്നത്, അതായത് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ്റെ ഇമേജാണ്. അപ്പോൾ ഈ കൃഷിക്കാരൻ്റെ എന്താണ് പാട്ടുകൾ. ആൻഡ് ദ ഫിയർസം സൈലൻസ് ഓഫ് ദി നൈറ്റ്. നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്താണ് നൈറ്റിൻ്റെ ആ ഒരു സൈലൻസ്. ഇപ്പോൾ ഈ ബ്രിഡ്ജ് വരുമ്പോൾ ആ നൈറ്റിൻ്റെ സൈലൻസ് എന്താണ് പോവാണ്, എപ്പോഴും വണ്ടി പോകുന്നു, ലൈറ്റ് വരുന്നു. സോ ഒരു സൈലൻസ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഓൾ ദീസ് ആർ മൂവിങ് സ്ലോലി അവേ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഇപ്പോൾ പതിയെ എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ബായ് പറഞ്ഞ് നമ്മളോട് യാത്ര പറഞ്ഞിട്ട് എന്താണ് ഈ ഗ്രാമലക്ഷ്മി അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയും ഈ റസ്റ്റിക് ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ എന്താണ് സ്ലോലി പതിയെ ഡേ ബൈ ഡേ എന്താണ് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈൽഡിങ് ടു സ്റ്റോൺ. ഈൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തോറ്റു കൊടുക്കുക. എന്തിനാണ് തോറ്റു കൊടുക്കുന്നത്? സ്റ്റോൺ. എന്ത് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മോഡേണൈസേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. സൂത്ത്, സിമെന്റ്, സ്റ്റീൽ, റീനിങ് ഓവർ ദി ഫ്ലവേഴ്സ്, ഹൗളിംഗ് ആൻഡ് സർജിങ് അഹെഡ്, ടയർ ആൻഡ് പെട്രോൾ ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ സൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ബേൺ ചെയ്ത് കിട്ടുന്ന ഒരു റെസിഡ്യൂ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഓവറാണ്. സിമെന്റ് സ്റ്റീൽ, റീനിങ് ഓവർ ദി ഫ്ലവേഴ്സ്. ഇവരൊക്കെ എന്താണ് ഫ്ലവേഴ്സിനെയാണ് ഇപ്പോൾ ഇവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഫ്ലവേഴ്സിനെ ഭരിക്കുന്നത്. അതായത് ഫ്ലവേഴ്സ് നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ മാറിയിട്ട് എന്താണ് ഈ സിമെന്റും സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഹൗളിംഗ് ആൻഡ് സർജിങ് അഹെഡ്, ടയർ ആൻഡ് പെട്രോൾ. ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ലൗഡായിട്ട് സൗണ്ട് ഉണ്ടാക്കുക. സർജിങ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങുന്നതിനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആർത്ത് ഒരു സൗണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഹൗൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതൊക്കെ എന്താണ് ടയർ ആൻഡ് പെട്രോൾ. അപ്പോൾ ഇവരാണെന്ത് അവിടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയോ പകലോ ഒന്നും ഇല്ലാണ്ട് ഈ എന്താണ് ഈ സിമന്റ് അല്ലെങ്കിൽ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഈ മെക്കാനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷീൻസാണ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. Walls spring up everywhere, jostling for space left and right. Everywhere the rough day is raucous as it is a rough night too. So walls spring up everywhere, jostling for space left and right. Walls spring up everywhere. എല്ലായിടത്തും എന്താണ് walls ആണെന്ത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി മുളയ്ക്കുകയാണ്. ജോസ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മളെ എൽബോ വെച്ച് നമ്മളിങ്ങനെ തിക്കി തിരക്കി പോവില്ലേ, അതിനാണ് ജോസ്ലിംഗ് എന്ന് പറയാം. സോ ഈ വാൾസ് എല്ലാം പെട്ടെന്ന് എന്താണ് ഇതുപോലെ പൊങ്ങി വന്നിട്ട് എല്ലാതും എന്താണ് സ്പേസിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ സ്പേസിന് വേണ്ടി ഇങ്ങനെ തിക്കി തിരക്കുകയാണ്. എവ്രിവെയർ ദ റഫ് ഡേ ഇസ് റാക്കസ് എന്ന് പറഞ്ഞാൽ ലൗഡ് നോയ്സ്. സോ എല്ലായിടത്തും എന്താണ് ഈ ഡേ എന്ന് പറയുന്നത് ഭയങ്കര ബഹളം നോയ്സി ആയിട്ടുള്ള ഡേയ്സ് ആണ്. ഹാസ് ഇറ്റ് ഇസ് എ റഫ് നൈറ്റ്. അപ്പോൾ പകല് മാത്രമാണോ അല്ല, രാത്രിയും എന്താണ് ഇതുപോലെ റഫായിട്ട് അല്ലെങ്കിൽ റാക്കസ് ആയിട്ടുള്ളതാണ്. എവ്രിവെയർ നോയ്സസ് ക്വിക്കനിങ്, എവ്രിവെയർ മൂവ്മെന്റ്സ് ക്വിക്കനിങ്, സ്ട്രേഞ്ചേഴ്സ് ബ്രോളിംഗ്, ലോക്കിംഗ് ഹോൺസ്. No, not strangers, neighbors, all. So everywhere noises quickening. എല്ലായിടത്തും എന്താണ് ഇതുപോലെ നോയ്സസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവ്രിവെയർ മൂവ്മെന്റ്സ് ക്വിക്കനിങ്. അപ്പോൾ ഇതുപോലെ ബഹളം അല്ലെങ്കിൽ ഭയങ്കര എന്താണ് മൂവ്മെന്റ്സ് ഇതൊക്കെ കൊണ്ട് ആകെ എന്താണ് വളരെ ഒരു സഫോക്കേറ്റിംഗ് ഒരു സിറ്റുവേഷൻ. സ്ട്രേഞ്ചേഴ്സ് ബ്രോളിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക. സോ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എന്താണ് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ലോക്കിംഗ് ഹോൺസ് എന്ന് വെച്ചാൽ ഒരു ഫ്രേസാണ്. എന്തിനുദ്ദേശിക്കുന്നത്? വഴക്ക് കൂടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്. നോ നോട്ട് സ്ട്രേഞ്ചേഴ്സ് നൈബേഴ്സ് ഓൾ. അപ്പോൾ ഈ വഴക്ക് കൂടുന്നത് എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആണോ? അല്ല, പക്ഷേ നൈബേഴ്സ് ആണ്. പരസ്പരം അറിയുന്നവരാണെന്ത് ഇങ്ങനെ തല്ലുകൂടുന്നത്. സോ ഈ ഒരു എന്താണ് അർബനൈസേഷൻ അല്ലെങ്കിൽ ഈ മോഡേണൈസേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മതില് മനുഷ്യർക്കിടയിൽ പൊങ്ങി വരുമ്പോൾ എന്താണ് ഒബ്വിയസ് ആയിട്ട് അവർ ഡിസ്റ്റൻ്റ് ആവും അല്ലെങ്കിൽ അവർ ബന്ധമില്ലാത്തവരാവും. അപ്പോൾ ഇങ്ങനെ ബന്ധമില്ലാത്തവരാകുമ്പോൾ തന്നെ അവർ തമ്മിൽ എന്താണ് ഇതുപോലെ വഴക്കുകൾ കൂടും. സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാഹോദര്യം ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്നതൊക്കെ എന്താണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. Strangers are neighbors and neighbors total strangers. Malur Kayam shall be mere name from now on, and the deity of Malur but a wayside
ഡൈറ്റി. സോ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് നൈബേഴ്സ്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നവരൊക്കെ എന്താണ്? നൈബേഴ്സ് ആണ്. ആൻഡ് നൈബേഴ്സ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ ഈ നൈബേഴ്സ് ഒക്കെ എന്താണ്? ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആണ്. അവർ തമ്മിൽ എന്താണ്? ഒരു ബന്ധവുമില്ല. കാരണം എല്ലാ വീടുകൾക്കും പുറമേ ആയിട്ട് എന്ത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്? മതിലുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള ബോണ്ട് അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ എന്താണ്? വാനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാളൂർ കയം ഷാൾ ബി നിയർ നെയിം ഫ്രം നൗ ഓൺ. സോ മാളൂർ കയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിവറിലുള്ളൊരു ഡീപ്പ്, ഒരു ആഴമുള്ള ഒരു കുണ്ടാണ്. സോ അതെന്താണ്? അതൊരു വെറും പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ റിവറിന്റെ പ്രൊമിനൻസിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? ഒന്നുമല്ല ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ ഡൈറ്റി ഓഫ് മാളൂർ ബട്ട് എ വേ സൈഡ് ഡൈറ്റി. അപ്പോൾ ഈ മാളൂർ കയത്തെ എന്താണ് സിംബിളൈസ് ചെയ്തുകൊണ്ട് എന്താണ്? അവർക്കൊരു ഡൈറ്റി അല്ലെങ്കിൽ അവർക്കൊരു എന്താണ്? ഒരു ദൈവമുണ്ട്. അതാണ് എന്ത്? ഡൈറ്റി ഓഫ് മാളൂർ. അപ്പോൾ അത് ഇനി വെറും എന്താണ്? ആ വേ സൈഡ്, ആ വഴി പോകുമ്പോൾ കാണുന്ന എന്താണ്? ഒരു ഡൈറ്റി അല്ലെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു വാല്യൂ, ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണ്? കുറയും അല്ലെങ്കിൽ പോവും എന്നാണ് പറയുന്നത്. Even this Andimahakalan Kunnu that stands still in grandeur will seem like a spinning top hurled by a hot-headed child robot. So even this Andimahakalan Kunnu, അപ്പോൾ ഈ കുന്ന് എന്ന് പറയുന്നത് എന്താണ്? കുറ്റിപ്പുറത്തുള്ളൊരു ഈ റിവറിന് അടുത്ത് തന്നെയുള്ള ഒരു കുന്നാണ്. ദാറ്റ് സ്റ്റിൽ സ്റ്റാൻഡ് ഇൻ ഗ്രാൻഡ്യൂർ. ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ്? പ്രൗഢിയോടെ, ഇപ്പോഴും എന്താണ്? ആ പ്രൗഢിയോടെയാണ് എന്ത്? ഈ കുന്ന് അവിടെ നിൽക്കുന്നത്. പക്ഷേ വിൽ സീം ലൈക്ക് എ സ്പിന്നിങ് ടോപ്പ് ഹേൾഡ് ബൈ എ ഹോട്ട് ഹെഡഡ് റോബോട്ട്. ഹേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എറിയ. സോ സ്പിന്നിങ് ടോപ്പ്, പമ്പരം. അപ്പോൾ ഒരു എന്താണ്? ഒരു ചൈൽഡ് റോബോട്ട്, ഒരു റോബോട്ട് എറിയുന്ന ഒരു പമ്പരമായിട്ടാണ് എന്ത് ഇനി അത് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ മാറിപ്പോവും. പോയറ്റിന് ആ കുന്നിനെ എന്താണ്? ഈ റോബോട്ടിന്റെ കയ്യിലുള്ള ഒരു പമ്പരമായിട്ടാണ് തോന്നുന്നത്. Man is full of play, tears and laughter. If he turns into a machine, Oh Mother Perar, would you also turn into grieving, reeking dream? So man is full of play, tears and laughter. Man എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് എന്താണ്? പ്ലേ അല്ലെങ്കിൽ ടിയേഴ്സ്, ലാഫ്റ്റർ, ഒരുപാട് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫീലിങ്സ്, ഇതെല്ലാം മിക്സപ്പ് ആയിട്ടുള്ളൊരു ക്രിയേച്ചറാണ് എന്ത്? ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്നത്. ഇഫ് ഹി ടേൺസ് ഇൻ ടു എ മെഷീൻ. അപ്പോൾ ഇത്രയും ഇമോഷൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താണ്? ഇതുപോലെ ചിന്തിക്കാനും അല്ലെങ്കിൽ സഹജീവികളോട് എന്താണ്? പല എന്താണ്? ഇമോഷൻസ് കാണിക്കുന്ന ഈ മനുഷ്യന് മെഷീനായിട്ട് മാറാൻ. മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇമോഷൻലെസ് ആണ് അല്ലേ? ഒരു ഇമോഷനും ഇല്ലാത്ത പിന്നെ ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്താണ്? ഇതുപോലത്തെ ഒരു ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു മെഷീനായിട്ട് മാറുമ്പോൾ ഓ മദർ പേരാർ വുഡ് യു ഓൾസോ ടേൺ ഇൻ ടു ഗ്രീവിങ്, റീക്കിങ് ഡ്രീം. സോ മനുഷ്യനൊരു മെഷീനായിട്ട് മാറാൻ ഓ മദർ പേരാർ, മദറായി നമ്മൾ എപ്പോഴും എന്താണ്? നേച്ചറിനെ നമ്മൾ മദറായിട്ടാണ് കാണാറ്. ഇവിടെയൊക്കെയാണ് എക്കോ ക്രിറ്റിക്കൽ എലമെന്റ് വരുന്നത്. നമ്മൾ നേച്ചറിനെ എപ്പോഴും മദറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വുഡ് യു ഓൾസോ ടേൺ ഇൻ ടു ഗ്രീവിങ്, റീക്കിങ് ഡ്രീം. നീയും എന്താണ്? ഗ്രീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീക്കിങ് എന്ന് പറഞ്ഞാൽ അൺപ്ലസന്റ് സ്മെൽ, അതായത് ഇങ്ങനെ ദുർഗന്ധം വരുന്ന ഡ്രെയിൻ, ഗട്ടർ അല്ലെങ്കിൽ നമ്മൾ അഴുക്ക് ചാല്. അപ്പോൾ മനുഷ്യൻ എന്താണ്? ഇമോഷൻലെസ് ആയിട്ടുള്ള മെഷീൻസ് ആവുമ്പോൾ നീയും എന്താണ്? ഒരു ദുർഗന്ധം വഹിക്കുന്ന അല്ലെങ്കിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അഴുക്ക് ചാലായി മാറുമോ എന്നാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി എന്താണ് പറഞ്ഞു വരുന്നത്? മനുഷ്യൻ ഇതുപോലെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്താണ്? വെൻ ദേ ഗോ ബിഹൈൻഡ് മോഡേണൈസേഷൻ, വെൻ ദേ ഗോ ബിഹൈൻഡ് മെക്കനൈസേഷൻ, അർബനൈസേഷൻ, നമുക്കിതെല്ലാം ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം എന്താണ്? നമുക്ക് വേണം. പക്ഷെ നമ്മളിങ്ങനെ പുറകെ പോകുമ്പോൾ എന്താണ്? നമ്മളെ നേച്ചറിന് നമ്മൾ എന്താണ്? ഡേ ബൈ ഡേ എന്താണ്? ഇങ്ങനെ ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതുപോലത്തെ ഡെവലപ്മെന്റ്സ് എല്ലാം നമുക്ക് അനിവാര്യമാണ്. പല ഡെവലപ്മെന്റ്സും നമുക്ക് വേണം. നമ്മുടെ എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പല ഡെവലപ്മെന്റ്സും കാര്യങ്ങളും വേണം. പക്ഷേ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മളെ നേച്ചറിനെയും കൂടി എന്താണ്? കൂടെ കൂട്ടാൻ നമ്മൾ നോക്കണം. നമ്മളെന്താണ്? മെഷീൻസ് ആയിട്ട് മാറരുത്. നമ്മൾ ഇമോഷൻസ് ഇല്ലാതെ മാറും. നമ്മളെ ഫ്രെറ്റേണിറ്റിയും ലവും കൈൻഡ്നെസ്സും ഒക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ടിട്ട് വേണം എന്ത്? നമ്മളെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ. സോ ഇതാണ് എന്ത്? എടശ്ശേരിയുടെ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറയുന്ന പോം. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഷോർട്ട് ആൻസേഴ്സ് നോക്കാം.
വാട്ട് മേക്സ് ദ നറേറ്റർ ഫീൽ പ്രൗഡ് ഹാസ് ഹി സ്റ്റാൻഡ് ഓൺ ദി ന്യൂലി ബിൽറ്റ് ബ്രിഡ്ജ്. അപ്പോൾ ഈ പുതിയ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്തിനാണ് പ്രൗഡ്? സോ ഇതുപോലെ 23 lakhs മുടക്കിയിട്ട് എന്താണ് ഹ്യൂമൻസിൻ്റെ ഒരു മാമൂത്ത് അച്ചീവ്മെൻ്റ് ആണ്, അതിൻ്റെ ഒരു എന്താണ് അഹങ്കാരത്തിലാണ് നിൽക്കുന്നത്. ഹൗ ഡസ് ദി നറേറ്റർ ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദി വില്ലേജ്? വില്ലേജിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ് എക്സ്പാൻഡ് ആയിട്ട് അല്ലെങ്കിൽ വൈഡ് എക്സ്പാൻഡ് ഓഫ് പാഡി ഫീൽഡ്സ് ഉണ്ട്, എന്താണ് പിന്നെ വീടുകൾ പറയുന്നുണ്ട്, ഫ്രൂട്ട്സ് ഉള്ള എന്താണ് ഹൗസസ് ആണ്, ഫ്ലവേഴ്സ് പല തരത്തിൽ മീഡിയറ്റ് ഹ്യൂസ് എന്ന് പറയുന്നത് പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, കാവുകളിലെ ഫെസ്റ്റിവൽസ്, ലാംസ് ഉപയോഗിച്ചിട്ടുള്ള ഫെസ്റ്റിവൽസ്, പിന്നെ പീപ്പിൾ ട്രീസ്, ഇതൊക്കെയാണ് എന്ത് വില്ലേജ് ബ്യൂട്ടി ആയിട്ട് പറയുന്നത്. Level with the kingfisher, the sparrow and the crane that once flew over here. What is the irony in these lines? അപ്പോൾ ഈ ലൈൻസിൽ ഐറണി എന്താ പറയുന്നത്? ഐറണി എന്ന് പറയുന്നത് എന്താ? വിരോധാഭാസം. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞാലും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് മീനിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ ലെവൽ വിത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ ബേർഡ്സിൻ്റെ എല്ലാം എന്താണ് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ ഇപ്പോൾ എന്താണ് ഈ ബ്രിഡ്ജ് കാരണം മനുഷ്യരെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരില്ല, ആ പക്ഷികളൊന്നും എന്താണ് ഇപ്പോൾ ഇല്ല. കാരണം എന്താണ് റിവറിൽ വെള്ളമില്ല എന്നുള്ള രീതി. വാട്ട് ഹാപ്പൻസ് വെൻ ദ റിവർ ഈസ് ഇൻ സ്പേറ്റ്? ഇൻ സ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഫ്ലോയിങ് ആണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുകയെന്ന്? അപ്പോൾ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് റിവർ ബാങ്ക്സ് ഒന്നും കാണാതെ വെള്ളം എന്താണ് നല്ലവണ്ണം ഒഴുകും. ആ സമയത്ത് എന്താണ് ഒരു ബോട്ട് പോലും എന്താണ് ക്രോസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല, കൈറ്റ് പോലും എന്താണ് ക്രോസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. What is described in the poem as threshold of a new world? Threshold എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രൻസ് അല്ലെങ്കിൽ ഗേറ്റ് വേ. ഒരു ന്യൂ വേൾഡിൻ്റെ ത്രഷോൾഡ് ആയിട്ട് എന്തിനാ പറയുന്നത്? കുറ്റിപ്പുറം ബ്രിഡ്ജ് ഒരു എൻട്രൻസ് ആണ്, ഒരു ഗേറ്റ് വേ ആണെങ്കിലും എന്താണ് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഡിമിനിഷ് ചെയ്യുന്നുണ്ട് എന്ത് ബ്രിഡ്ജ്. ഹൂ വാസ് ദ നറേറ്റേഴ്സ് പ്ലേമേറ്റ് ഫ്രം ദ ഡേ ഓഫ് ഹിസ് ബർത്ത്? അപ്പോൾ പോയറ്റിൻ്റെ അല്ലെങ്കിൽ നറേറ്ററിൻ്റെ പ്ലേമേറ്റ് കളിക്കൂട്ടുകാരൻ ആരായിരുന്നു? ഈ ഗ്രാമലക്ഷ്മി അല്ലെങ്കിൽ റിവർ ആണെന്ത് പോയിറ്റിൻ്റെ പ്ലേമേറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദി നൈബർഹുഡ് കണക്ഷൻസ് ആസ് എ റിസൾട്ട് ഓഫ് അർബനൈസേഷൻ? അർബനൈസേഷൻ കാരണം നൈബർഹുഡ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താ സംഭവിക്കുന്നത്? അവരെന്തായിട്ട് മാറുകയാണ്? സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറുകയാണ്. അവർക്കിടയിൽ വാൾസ് ഇങ്ങനെ ഇറക്റ്റ് ആവുന്ന സമയത്ത് എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആർ ബിക്കമിങ് നൈബേഴ്സ് ആൻഡ് നൈബേഴ്സ് ആർ ബിക്കമിങ് സ്ട്രേഞ്ചേഴ്സ്, ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. What, according to the narrator, are the fates awaiting the deity of Malur and Andimahakalan Kunnu? മാളൂർ ഡയറ്റിക്കും ഈ കുന്നിനും വരുന്ന എന്താണ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിധി എന്താണ് മാളൂർ ഡയറ്റി എന്താണ് ജസ്റ്റ് ഒരു വേസൈഡ് ഡയറ്റി അല്ലെങ്കിൽ ഒരു പ്രൊമിനൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഡയറ്റി ആയിട്ട് മാറും. കുന്ന് എന്താണ് റോബോട്ടിന്റെ കയ്യിലുള്ള ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു പമ്പരമായിട്ട് മാറും എന്നാണ് പറയുന്നത്. What would happen to Mother Perar if man turns into a machine? മാൻ എന്താണ് മെഷീനായിട്ട് മാറുമ്പോൾ മദർ പേരാറിന് അല്ലെങ്കിൽ ഭാരതപ്പുഴയ്ക്ക് നിലയ്ക്ക് എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഒരു റീക്കിംഗ് ഡ്രെയിൻ, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു അഴുക്ക് ചാലായിട്ട് മാറും എന്നാണ് പറയുന്നത്. Paragraph questions. How does the narrator contrast the river and newly constructed bridge? Contrast എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതാണ് റിവറിനെയും ന്യൂലി കൺസ്ട്രക്റ്റഡ് ബ്രിഡ്ജിനെയും. അപ്പോൾ എന്താണ് റിവറിൻ്റെ മുകളിൽ വളരെ പ്രൗഡായിട്ടാണ് എന്ത് പോയിട്ട് നിന്നിരുന്നെങ്കിൽ പിന്നീട് എന്താണ് ആ ഒരു ലൈക്ക് ഇമോഷണൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ വൺസ് എന്താണ് റിവർ ഒരു വലിയ ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ അൺഡിഫീറ്റബിൾ ആയിട്ടുള്ളൊരു ആളായിരുന്നെങ്കിൽ പിന്നീട് അതെന്താണ് ഒരു റീക്കിംഗ് അവസ്ഥയിലോട്ട് മാറാണ്. എക്സ്പ്ലെയിൻ ദ യൂസേജ് ഡൂയിങ് എ ടൈം നാട്ട. ഡൂയിങ് എ ടൈം നാട്ട എന്ന് പറയുന്ന ആ യൂസേജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് ഡൂയിങ് എ ടൈം നാട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിൽ എന്താണ് വിക്ടർ അതായത് ജയിച്ചവന്റെ 2 കാലുകൾക്കിടയിലൂടെ തോറ്റവൻ എന്താണ് പോകുന്നതിനാണ് എന്ത് പറയാ നാട്ട എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഈ ബ്രിഡ്ജിന്റെ എന്താണ് ബ്രിഡ്ജിന് മുന്നിൽ തോറ്റതായിട്ട് അല്ലെങ്കിൽ മോഡേണൈസേഷന്റെ മുന്നിൽ നേച്ചർ തോറ്റതായിട്ടാണ്. അതുകൊണ്ടാണ് എന്താ ആ ബ്രിഡ്ജിന്റെ അടിയിലൂടെ എന്താണ് റിവർ പോകുമ്പോൾ പോയിട്ടിന് അങ്ങനെ തോന്നുന്നത്. സോ അതാണ് എന്ത് ഈ യൂസേജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് വില്ലേജ്? നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് വില്ലേജ് ബ്യൂട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്.
ഹൗ ഡസ് ദ നെറേറ്റർ ഡിസ്ക്രൈബ് ദി ഓൺസെറ്റ് ഓഫ് അർബനൈസേഷൻ? അർബനൈസേഷൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ? വാൾ എന്തല്ലേ, വാൾ കൊണ്ടുവന്നു. അപ്പോൾ അതെന്താണ്, നൈബേഴ്സിനെ സ്ട്രേഞ്ചേഴ്സ് ആക്കി മാറ്റുന്നു. പിന്നെ രാത്രിയും പകലും ഇല്ലാതെ എന്താണ് വളരെ എന്താണ് മൂവ്മെന്റ്സ് കൂടുന്നു, ഭയങ്കര നോയ്സ് കൊണ്ടുവരുന്നു. പിന്നെ എന്താണ്, സ്ട്രേഞ്ചേഴ്സ് നെയ്ബേഴ്സ് എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറുന്നു. അവർ തമ്മിൽ എന്താണ് വഴക്കുണ്ടാവുന്നു, ലോക്കിംഗ് ഹോൺസ്. പിന്നെ മാളൂർ ഡയറ്റിയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, കുന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സോ പിന്നീട് ലാസ്റ്റിലോട്ട് എന്താണ്, ഹ്യൂമൻസ് മെഷീനായിട്ട് മാറുമ്പോൾ ഒരു റീക്കിംഗ് ഗ്രീവിങ് ഡ്രെയിനായിട്ട് എന്ത് മാറും, ദ ഗ്രേറ്റ് നിളാവിൽട്ട്. What are the similes, metaphors and images used by the narrator to represent mechanized development? So mechanized development നെ കാണിക്കാൻ പോയിറ്റ് യൂസ് ചെയ്യുന്നത് സിമിലി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പോയറ്റിക് ഡിവൈസ്. എന്താണ്, നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഒന്നിനെ മറ്റൊന്നിനോട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയാം. അപ്പോൾ ഇതിൽ സിമിലി യൂസ് ചെയ്തിട്ടുള്ളത് ലൈക്ക് അത് പറയുന്നുണ്ട്, അന്തിമഹാകാളൻ കുന്ന് വിൽ ബി ലൈക്ക് എ സ്പിന്നിങ് ടോപ്പ്. ലൈക്ക് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. സോ ഇതേതാണ്, ഒരു സിമിലിയാണ്. പിന്നെ മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെ വേറൊന്നിനോട് ഉപമിക്കുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് ഓഫ് മദർ പേരാർ, പേരാറിനെ എന്താണ് മദർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതൊരു മെറ്റഫറാണ്. പിന്നെ ഡൂയിങ് എ ടൈം നാട്ട, അത് മറ്റൊരു മെറ്റഫറാണ്. ഇനി ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പോം വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് കാണിക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം ഇമേജസ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്നതിനെയാണ് എന്ത് പറയാം, ഇമേജസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇമേജസ് ആയിട്ട് സൂത്ത്, സിമെന്റ് ആൻഡ് സ്റ്റീൽ റെയിനിങ് ഓവർ ഫ്ലവേഴ്സ്, പേരാർ ടേണിങ് ഇൻ ടു റീക്കിംഗ് ഡ്രെയിൻ, ഇതൊക്കെയാണ് എന്ത് പവർഫുൾ ഇമേജസ് ആയിട്ട് പറയുന്നത്. Essay question, എടശ്ശേരി's poem The Kuttipuram Bridge is a critique of mindless urbanization. എന്താണ് മൈൻഡ്ലെസ് അർബനൈസേഷൻ? എന്താണ്, മനുഷ്യത്വമില്ലാതെ അല്ലെങ്കിൽ ഇമോഷൻ ഇല്ലാത്ത അർബനൈസേഷൻ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രിറ്റീക്കാണ്. അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. As a visionary poet, എടശ്ശേരി laments the state of human beings in the ഫ്യൂച്ചർ എലൂസിഡേറ്റ്. അപ്പോൾ ഹാസ് എ വിഷണറി പോയിറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയെ മുൻകൂട്ടി കാണാൻ എന്താണ് കഴിവുള്ള എന്താണ് അങ്ങനത്തെ ഒരാളാണ് ആര്, എടശ്ശേരി. ലാമൻസ് എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യരുടെ ഫ്യൂച്ചറിലുള്ള മനുഷ്യരുടെ ലൈഫിനെ കുറിച്ചിട്ട് എന്താണ് ഇടശ്ശേരി ഈ കവിതയിലൂടെ എന്താ ചെയ്യുന്നത്, ലാമന്റ് ചെയ്യാണ്. കരയാന്നാണ് എന്ത്, സങ്കടപ്പെടുക എന്നാണ് എന്ത് ലാമന്റിന്റെ അർത്ഥം. അപ്പോൾ എന്താണ്, ഒരു മുൻകൂട്ടി കാണാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റുന്ന പോലെ എന്താണ് മനുഷ്യരുടെ ഫ്യൂച്ചറിലെ അവസ്ഥയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇടശ്ശേരി എന്ന് ഈ പാലം നിർമ്മിച്ച സമയത്ത് എഴുതിയതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എഴുതാനാണ്. എലൂസിഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട്, എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പോയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇടശ്ശേരി പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ എസ്സേ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവർക്കും എന്താണ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ പോം. ആ ഒരു മെസ്സേജ് കൂടി എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.